ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കേക്കിനാണെങ്കിലും അതുപോലെ ബ്രെഡിനാണെങ്കിലും ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് വഴി ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എല്ലായിടത്തും മിക്സ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബനാനയാണ് ഉള്ളതെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇതിപ്പോൾ എൻ്റെ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നമ്മളെടുക്കുന്ന പഴം ഇതിനേലും കുറച്ചുകൂടി പഴുത്തതാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. കാരണം അത്രയും പഞ്ചസാര കുറവ് ചേർത്താൽ മതി. പിന്നെ നല്ലൊരു നാച്ചുറൽ സ്വീറ്റ്നെസ്സും ഉണ്ടാകും നമ്മുടെ ബ്രെഡിന്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു പാകത്തിനുള്ള പഴമാണ് കയ്യിലുള്ളത്. അപ്പോൾ കുറച്ചുകൂടി കറുത്ത കുത്തുകൾ വീണിട്ടുള്ള പഴമാണെങ്കിൽ അത്രയും നല്ലത്. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ മുട്ട വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ചേർക്കുന്നു. നമ്മൾ ചേർക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10 മിനിറ്റെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. സാധാരണ കേക്കിന് വേണ്ടി ബീറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് പതപ്പിച്ച് ഫ്ലഫി ആക്കേണ്ട ആവശ്യമില്ല. മുട്ട ഒന്ന് മിക്സായാൽ മാത്രം മതി. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 1/4 കപ്പ് സാധാരണ പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രൗൺ ഷുഗർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1/2 കപ്പായിട്ട് സാധാരണ പഞ്ചസാര ചേർത്താൽ മതി. ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് വഴി ബ്രെഡിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരും. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ബ്രൗൺ ഷുഗർ ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, സാധാരണ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്താലും മതി. ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോൺ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കനോള ഓയിൽ യൂസ് ചെയ്യാം. അതല്ല ബട്ടർ ചേർക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 5 ml. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 30 ml പാലാണ് ചേർക്കുന്നത്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാറ്റിലയോ അല്ലെങ്കിൽ ഒരു തടിത്തവയോ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് അരിച്ച് വെച്ചിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. 3-4 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് ഇളക്കരുത്, ഒന്ന് സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2-3 സ്പൂൺ കൂടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പൊടി തീരുന്നത് വരെ 3-4 സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. മൂന്ന് 4 ബാച്ചായിട്ട് ആ പൊടി മുഴുവൻ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇതിൽ ചേർത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തു. അതിനുശേഷം ബട്ടർ തേച്ച് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ടിന്നിലേക്ക് ഈ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ആ ഭാഗം എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിൽ കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 40 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് ഫുൾ ബേക്കായി കിട്ടും. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന്
കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. 40 മിനിറ്റ് കൊണ്ട് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു കത്തി ഓടിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാറ്ററൊക്കെ ഇതിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് 2-3 തവണ ഒന്ന് തട്ടി കൊടുക്കണം, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും എയറൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലീസായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെട്ട് വീഴാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പോലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.